ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അപ്കമിങ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി രാവിലെ രാത്രി ആവുമ്പോഴേക്കും നല്ല കിടന്നുറങ്ങുന്ന സമയത്ത് സച്ചി കുടിച്ചു വരുവാട്ടോ. അതിനുശേഷം രേവതിനെ എഴുന്നേൽപ്പിക്കുവാണ്. രേവതിനെ എഴുന്നേൽക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, എന്താ എന്താ കാര്യം എന്ന് രേവതി ചോദിക്കുന്ന സമയത്ത്, നിനക്ക് സുഖമായിട്ട് ഉറങ്ങണം അല്ലേടി, ഇപ്പൊ ഇവിടെ എന്താ നടന്നതെന്ന് നിനക്കറിയാവോ, എന്താ എന്താ കാര്യം ചോദിക്കുമ്പോ, ഞാൻ എത്ര കുടിച്ചു വന്നാലും എൻ്റെ അച്ഛൻ എന്നോട് മോശമായിട്ട് സംസാരിക്കാറില്ല. പക്ഷെ ഇന്ന് എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു, എന്നെ തല്ലാനായിട്ട് കൈ ഓങ്ങി. സാധാരണ കുടിച്ചു വന്നാലും എനിക്ക് ഭക്ഷണം വാരി തരുന്ന അച്ഛനാ, ഇന്ന് എന്നെ മൈൻഡ് ചെയ്തില്ല. എല്ലാത്തിനും കാരണം നീയാ. എന്നെ കാത്തിരിക്കാൻ ഒരു പെണ്ണുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉപദേശം. നീ എല്ലാത്തിനും കാരണം. എൻ്റെ അച്ഛൻ ഇന്ന് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. കുടിച്ചതിനെല്ലാം വഴക്ക് പറഞ്ഞു, നിന്നെ നോക്കാത്തതിനെ ആ വഴക്ക് പറഞ്ഞത്. എന്നിട്ട് നീ ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണല്ലേ, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്കിട്ട് വഴക്ക് കേൾപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞല്ലോ എന്താണ് കുടിച്ചതിനെല്ലാം വഴക്ക് പറഞ്ഞതെന്ന്, നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഊട്ടിത്തരുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. അച്ഛൻ്റെ ഇത്രയോ നാൾ നിങ്ങൾ കുടിച്ചു വന്നപ്പോൾ അച്ഛൻ ക്ഷമിച്ചിരിക്കുമായിരുന്നു, ഇന്ന് പൊട്ടിത്തെറിച്ചു, അതിന് അച്ഛനെ കുറ്റം പറയാൻ പറ്റുമൊന്നുമില്ല എന്ന് രേവതി പറയുമ്പോൾ, ആടി നീ അങ്ങനെ പറയടി എന്നിട്ട് ഭയങ്കര ശബ്ദം ഉണ്ടാക്കി പറയുമ്പോൾ രേവതി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണം, അതായത് ഞാൻ ഒച്ച ഉണ്ടാക്കി തന്നെ പറയും എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ ചെവി പോയിട്ട് ഒച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കുവാട്ടെ രേവതി. അപ്പൊ ചെവി ഇങ്ങനെ അയ്യോ അമ്മേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അതായത് നിന്റെ ചെവി വന്നിട്ട് എന്നെ ഒച്ച എടുക്കോടി എന്ന് പറയുവാണ്. ആ സമയത്ത് രേവതി പറഞ്ഞിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഭക്ഷണം വേണം, അതാണോ കാര്യം, ഞാൻ ഭക്ഷണം കൊണ്ടുതരാം, പക്ഷെ നിങ്ങൾ ഊട്ടിത്തരാണെന്ന് എനിക്ക് പറ്റില്ല എന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി രേവതിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുവാട്ടോ. ആ സമയത്ത് രേവതി പറയണ്ട, എന്താ നിങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതേടി ഞാൻ ഒച്ചത്തിൽ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ ചെവിയിൽ ഇങ്ങനെ സംസാരിക്കാൻ പോകുമ്പോൾ രേവതി ഇങ്ങനെ തള്ളി ഇങ്ങനെ മാറ്റുവാട്ടോ. നല്ല രസമാണ് ആ സീൻ കാണാനായിട്ട്. രേവതിന് ഇങ്ങനെ ഉമ്മ കൊടുക്കാൻ പോണേട്ടോ പോലെ ആട്ടോ സച്ചി വരുന്നത്. ആ ഭാഗം കാണുമ്പോൾ നമുക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടും തോന്നും, അതുപോലെ തന്നെ ഭയങ്കര ഫൈറ്റ്, അതായത് അവരുടെ ഒരു ക്യൂട്ട് ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫൈറ്റുമായിട്ട് തോന്നും. നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗമാണ്. ഇനി നാളെ മറ്റന്നാളേക്ക് ആയിട്ട് വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അപ്കമിങ് റിവ്യൂ അറിയാനായിട്ട് ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ടേക്ക് കെയർ, ബൈ ബൈ.